ODD ഇല്ലേ, ODD, ഓപ്പോസിഷണൽ ഡിഫിയൻ ഡിസോർഡർ, കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ടേം? നമുക്ക് നോക്കാം അല്ലേ. അത് ടോക്കിംഗ് ബാക്ക് എന്ന് പറയും, ടോക്കിംഗ് ടുവേർഡ്സ് ഓർ ആർഗ്യുമെന്റേറ്റീവ് ബിഹേവിയർ ടുവേർഡ്സ് പാരന്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് എൽഡേഴ്സ്. നമ്മൾ മുതിർന്ന ആൾക്കാരോട് നന്നായിട്ട് തിരിച്ചു പറയും. അത് തിരിച്ചു പറഞ്ഞുകൊണ്ട് മാത്രം ODD എന്ന് പറയുന്നില്ല, പക്ഷെ അതിന്റെ എക്സ്ട്രീം എൻഡിലും ഒന്ന് പറഞ്ഞാലും കേൾക്കില്ല, എന്ത് ചെയ്താലും എന്താണോ ചെയ്യേണ്ട അതിന് നേരെ ഓപ്പോസിറ്റേ ചെയ്യുള്ളൂ. അപ്പൊ അത് ODD ആണോ അല്ലെങ്കിൽ കോണ്ടാക്ട് ഡിസോർഡർ ആണോ എന്നുള്ളത് ഒന്ന് പാരന്റ്സ് ഒന്ന് വെരിഫൈ ചെയ്യണം കേട്ടോ. ആക്ച്വലി നമ്മളിപ്പോ ഒരു കുട്ടീനെ മോശമാക്കിയാല് അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആ കുട്ടി ജീവിക്കുന്ന സാഹചര്യം അതിന്റെ പാരന്റ്സുമാണ് പൂർണ്ണ ഉത്തരവാദിത്വം. ബാക്കി പിന്നെ അത് പഠിച്ചു വരുന്ന ആ സ്കൂള് ചുറ്റുപാട് അങ്ങനെയായിരിക്കും. അപ്പോ നമ്മൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ആസ് എ പാരന്റ്, നമ്മൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തേ മതിയാവുള്ളൂ. നമ്മുടെ മീഡിയാസിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് പേടിയാവുക അല്ലെ, നമ്മളെ കുട്ടികൾ തന്നെയാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുള്ളത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ഇങ്ങനത്തെ കുട്ടികളൊക്കെ പെരുമാറി കണ്ടിട്ടുണ്ടോ, പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങുന്നുണ്ടോ? അപ്പൊ വലിയ കുഴപ്പമില്ല. പക്ഷെ വീടിന് പുറത്തേക്ക് എത്തുന്നില്ല എന്നുള്ളത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം. ഇൻ കേസ് നമ്മൾ വീടിന്റെ പുറത്തേക്ക് അത് എത്തുമെന്ന് തോന്നുന്ന അവസ്ഥയാണെങ്കിൽ ഒരു തേർഡ് പേഴ്സണെ കാണുക എന്നത് അത്യാവശ്യമാണ്. കാരണം അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത് ഡിപ്രഷൻ, ആങ്സൈറ്റി, പിന്നെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ള ഒരു പ്രായമാണ്. അതായത് സ്ട്രെസ് ആൻഡ് സ്റ്റോമിന്റെ ഒരു പ്രായത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രായമാണ്. അപ്പൊ ആ ഒരു പ്രായത്തില് അവർക്ക് എന്താ തോന്നുക, റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ ആണ്, പിന്നെ എന്തൊക്കെയാ എടുക്കുക എന്നൊന്നും അറിയില്ല. അപ്പൊ ആ ഒരു പ്രായത്തിലേക്ക് നമ്മള് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തിരിച്ചു പറയും. പക്ഷെ ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടത് പാരന്റ്സ് ആണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്ത് ഒരു ചട്ടക്കൂട്ടിലാക്കി കൊണ്ടുവരുന്നതും പാരന്റ്സ് ആണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പാരന്റ്സ് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ അതിന് നമ്മള് ഒരു ഇപ്പൊ ഞാനിപ്പോ കാറ് വെച്ചു അല്ലെ ബൈക്ക് വെച്ചു, എന്റെ വീട്ടിലെ കുട്ടി കാറ് ബൈക്ക് ഒക്കെ എടുത്ത് പുറത്തു പോവുകയാണ്. ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ കുട്ടി എടുത്ത് പോവുകയാണ്, കാറിന്റെയും ബൈക്കിന്റെയും കീ എടുത്ത് പോവുകയാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു അപകടം വരുത്തി വെച്ച് വരികയാണ്. അപ്പൊ എന്തോ കുഴപ്പമില്ലേ, ആ വളർത്തിയതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ മൊബൈൽ ഫോൺ ഞാൻ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ കുട്ടി എന്നെ ഷൗട്ട് ചെയ്യാൻ പാടില്ല. ഞാൻ വാങ്ങി വെച്ച് കഴിഞ്ഞത് എന്തിനാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവണം. അത് അതിന്റെ എക്സ്ട്രീം എൻഡിൽ എത്തിയിട്ടുണ്ടോ, തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ കൗൺസിലർ നിർബന്ധമായിട്ട് കാണണം. അപ്പൊ ഇതൊന്നും കാണാതെ അങ്ങേ അറ്റത്ത് എത്തുന്നത് വരെ കാത്തിക്കരുത്, ദയവായി കാത്തിക്കരുത്. അപ്പൊ ഇതില് എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം ഇപ്പൊ എന്ത് കാര്യമായാലും, റിസ്ക് ടേക്കിംഗ് ആയാലും, സബ്സ്റ്റൻസ് അബ്യൂസ് ആയാലും, ഇപ്പൊ ഡ്രഗ് അബ്യൂസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു റിസ്ക് ടേക്കിംഗ് ബിഹേവിയറിലേക്ക് എത്തുന്ന ഒക്കെ ടീനേജേഴ്സ് ആണ്. ഒരു 12 മുതൽ ഇപ്പൊ കരുതണം കേട്ടോ. 12 എന്ന് പറഞ്ഞ ടീനേജ് 12 മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 19 ഒക്കെ ഏജിലേക്ക് വരുന്നത് വരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ തന്നെയാണുള്ളത്. പക്ഷെ ഇതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളിപ്പോ ഒരു മിസ്ബിഹേവിങ് കാണിക്കുകയാണ് കുട്ടി, അപ്പൊ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഞാനിപ്പോ ഒരു എന്താ പറയാ, ഒരു കീ അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് പോകുന്ന സമയത്ത് ഞാനാണ് ഒരു പവർ സ്ട്രഗിൾ കാണിക്കുന്നത്. എന്റെ മുഷ്ടിയാണ് ഞാൻ അവിടെ കാണിക്കാൻ നോക്കുന്നത്. എടുത്തു മാറ്റിയാൽ ഇവൻ ശരിയാവോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ഇവനെ ഞാൻ ഡിസിപ്ലിൻഡ് ആക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ, മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നത് ശരിക്കും വിഡിത്താണ്. ഇനിയിപ്പോ ഇൻ കേസ് കുട്ടി വയലന്റ് ആയി എന്ന് തോന്നിയാൽ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ പിന്മാറി കളയണം. വയലന്റ് ആയി എന്ന് തോന്നിയാൽ ആക്ച്വലി നമ്മള് വയലന്റ് ആയി എന്ന് തോന്നുന്ന സമയത്ത് തന്നെ മാറി അവനെ ഒരു അതോറിറ്റി എന്ന നിലയിൽ, ഒരു സ്കൂൾ എന്ന രീതിയിൽ സെറ്റപ്പിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ പണിഷ്മെന്റ് നമ്മൾ അടിയാ കൊടുക്കുക, എന്നിട്ട് ഭീഷണിപ്പെടുത്തി ലെവലാക്കാനാണ് കൊടുക്കുക. അപ്പൊ ആ സമയത്തേക്ക് ചെയ്യേണ്ട ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എക്സസൈസ് പണിഷ്മെന്റ് ആയിട്ട് കൊടുത്തോ, 10 പ്രാവശ്യം 20 പ്രാവശ്യം ഒക്കെ കൊടുത്തോ, ഒരു കുഴപ്പമില്ല. അടി കൊടുക്കുന്നതിനേക്കാളും ഭേദം ഇതല്ലേ. ലോങ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുന്ന സമയത്ത് തന്നെ കുട്ടീന്റെ BP ലെവൽ ഈക്വിലിബ്രിയത്തിലായി. അപ്പൊ തന്നെ കുട്ടീനെ നമുക്കൊന്ന് കുറച്ച് പറഞ്ഞ മോനെ അത് ചെയ്ത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സമയം കിട്ടും. ആർഗ്യൂ നമ്മൾ എത്രത്തോളം ചെയ്യുന്നോ അതിനനുസരിച്ച് കുട്ടി തിരിച്ചു പറയല്ലാതെ ഒരു മാറ്റവും കുട്ടിക്ക് ഉണ്ടാവില്ല കേട്ടോ. അത് ആദ്യം പറയാലോ. ഇനി ഞാൻ ചെയ്യുന്ന രീതികൾ, എനിക്ക് I have 2 children. അപ്പോ I am going through these സ്ട്രഗിൾസ്. ഒരു ടീനേജർ എന്ന നിലയിൽ ഞാൻ അടങ്ങുന്ന ഒരു ടീച്ചർ, ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞാനും ഇതിലൂടെ കടന്നു പോവുകയാണ്. ഒരുപാട് പാരന്റ്സിനെ എനിക്കറിയാം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ സ്ട്രഗിള് തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരു 4 കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഉഷാറാക്കുക എന്നുള്ളത്. അതായത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എങ്ങനെ ഉഷാറാക്കുക, കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ലല്ലോ, പിന്നെ എങ്ങനെ കുട്ടി പഠിക്കും? അപ്പൊ നമുക്ക് പണിയെടുക്കണ്ടേ അല്ലേ. അപ്പോ അതിനുള്ള പണി എന്താന്ന് പറഞ്ഞാൽ കുട്ടീന്റെ കൂടെ ഇരിക്കുക.
അന്നെടുത്ത പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുട്ടീൻ്റെ കൂടെ ഇരിക്കുക. ഇനിയിപ്പോൾ സ്റ്റഡി ലീവ് ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ കുട്ടീൻ്റെ കൂടെ ഇരിക്കുക. കുട്ടീൻ്റെ കൂടെ ഇരുന്ന് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ കറക്ഷൻസ്, യു ഷുഡ് ഡു ദിസ് ആൻഡ് യു ഷുഡിൻ ഡു ദിസ് എന്ന് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മളെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ അതേപോലെ നമ്മളൊരു ഹ്യൂമർ സെൻസ്, നമുക്കറിയാം, നമുക്ക് ഒരു ശൈലി ഉണ്ടായിരുന്നു, കുറച്ച് തമാശയൊക്കെ പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. എങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നമ്മളൊന്ന് തിരിച്ചു കൊണ്ടുവരണം. കാരണം ഹ്യൂമർ സെൻസ് കുട്ടിക്ക് ഇഷ്ടമാണ്, കളിക്കൽ കുട്ടിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതിലൂടെ നമ്മൾ കുട്ടീനെ കറക്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ചെയ്യാം, മോനെ അച്ഛന്റെ ജോലി ഇതാണ്, അമ്മന്റെ ജോലി ഇതാണ്, നമുക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറ്റും. അത് ഒരു സുപ്രഭാതത്തിൽ ചെയ്തിട്ട് കാര്യമില്ല. അത് ചെറുപ്പം മുതലേ, 1 വയസ്സ് മുതലേ ചെയ്ത് ശീലിപ്പിക്കണം. കാരണം ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പറയാണ്, അത് വാങ്ങിച്ചു തരാൻ പൈസ ഇല്ല, ബൈക്ക് വാങ്ങിച്ചു തരാൻ പൈസ ഇല്ല, അല്ലെ മൊബൈൽ വാങ്ങിച്ചു തരാൻ പൈസ ഇല്ല. അത് ചെറുപ്പം മുതലേ അങ്ങനെ ട്രീറ്റ് ചെയ്ത് വന്നൊരു കുട്ടിയാണെങ്കിൽ നമുക്കത് പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും, നമുക്കത് പറയാനും പറ്റും. പക്ഷെ അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞ കുട്ടി കേൾക്കും. അപ്പൊ അതെല്ലാം ഇതൊന്നും പറഞ്ഞിട്ട് കുട്ടി കേൾക്കുന്നില്ല എങ്കിൽ ഒരു തേർഡ് പേഴ്സന്റെ സഹായം നമ്മൾ തേടിയേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഒരു സ്കൂളിൽ ശരിക്കും ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവുന്ന ആണ് ഏറ്റവും നല്ലത്. ഇനിയുള്ള കാലത്ത് നമ്മൾ ടീച്ചേഴ്സ് ചാപ്റ്റർ തീർക്കേണ്ട ഓട്ടത്തിനിടയിൽ നമുക്ക് ചിലപ്പോൾ എങ്ങനെയാണ് കുട്ടികളെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടായിരുന്നോ, ഇമോഷണലി ആ കുട്ടി എന്തോ വലിയ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ടീച്ചർ കൊണ്ടുപോയി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുക. അപ്പൊ ചിലപ്പോൾ ഇത് കുട്ടി ചിലപ്പോൾ വയലന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ടീച്ചേഴ്സ് അത് ചിലപ്പോൾ ആക്ഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെയാണ് ചിലപ്പോൾ ഫാക്ടേഴ്സ് ആയിട്ട് വരിക. അപ്പൊ ടീച്ചേഴ്സിന് ചിലപ്പോൾ ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തീർച്ചയായിട്ടും ഒരു സ്കൂളിൽ നിർബന്ധമായിട്ടും ഒരു കൗൺസിലർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് നിർബന്ധമായിട്ടും അപ്പോയിന്റ് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു ആവശ്യമാണ്. ഇത് എല്ലാ സ്കൂളുകളിലും നടത്തുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, അവൈലബിലിറ്റി എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല, ഉണ്ടെന്ന് കേൾക്കുന്നു. ഇനി പറയാനുള്ളത്, ആക്ച്വലി ന്യൂട്ടന്റെ ഒരു ലോ ഉണ്ടായിരുന്നല്ലോ, ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അപ്പോൾ ഫിസിക്സ് റിലേറ്റ് ചെയ്ത് നമ്മളെ ബോഡീനെ അല്ലെങ്കിൽ നമ്മളെ മോഷനെ പറ്റി പറയുകയാണെങ്കിൽ, എവ്രി ബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺടിൽ ഇറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ് എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ അതായത് അതേപോലെ തന്നെയാണ് ഹ്യൂമൻ ആക്ഷൻസ് ഓർ ഇമോഷൻസ് എന്ന് പറയുന്നത്. അതായത് എന്തൊരു ഹ്യൂമൻ ആക്ഷൻസ് ഉണ്ടെങ്കിലും എന്തൊരു ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ടെങ്കിലും ഒരു സമ്മണൽസിന്റെ ഒരു ഹെൽപ്പ്, വേറൊരാളുടെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിക്കോളും. അല്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ നന്നാവണമെന്നില്ല. ചില ആൾക്കാർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും, എന്നാൽ ചില ആൾക്കാർക്ക് അത് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മളെ കുട്ടികളെ സ്വഭാവം നല്ല രീതിയിലൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയനെ കൊണ്ട് ഗുണവും ദോഷവും ഉണ്ട്. നല്ല കാര്യങ്ങൾ നമ്മൾ സ്പീഡിൽ മൂവ് ചെയ്ത് എല്ലാവരുടെ അടുത്തും എത്തും, മോശം കാര്യങ്ങളും അതേപോലെ തന്നെ സ്പീഡിൽ എല്ലാവരുടെ അടുത്തും എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും എല്ലാ ഇൻഫർമേഷൻസും എത്തുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഒന്ന് ഓർമ്മിക്കേണ്ടതാണ്. മോശമായാലും നല്ലയായാലും എത്തുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.